നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ, ഒരു MLA-യുടെ കഥകൾ, അഴിഞ്ഞാട്ടത്തിൻ്റെ കഥകൾ പുറത്തേക്ക് വന്നപ്പോൾ സത്യത്തിൽ കോൺഗ്രസിനുള്ളിൽ അടിയോടടി, കോൺഗ്രസിനുള്ളിലാണ് ശക്തമായ അടി. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു പരാതി ഉയർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിൽ അതിങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു വലിയ ധീരതയോട് കൂടിയുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. VD സതീശൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് വേണ്ട സകലമാന തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിക്കളയുന്ന ഒരു സമീപനം VD സതീശന്റെ ഭാഗത്ത് നിന്നും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായപ്പോൾ എല്ലാവരും കൈയടിച്ചു. വളരെ കരുത്തുറ്റ നിലപാട് എന്ന് കോൺഗ്രസിനെ പാടിപ്പുകഴ്ത്തി. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും സർക്കാർ അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം എന്നാൽ എല്ലാ പാർട്ടി നേതാക്കന്മാരും മലക്കം മറിയുന്ന സമീപനം. അടൂർ പ്രകാശ് എന്ന് പറയുന്ന കൺവീനർ, UDF-ന്റെ കൺവീനർ കഴിഞ്ഞ ദിവസം പറഞ്ഞു AI ആയിരിക്കും എന്ന്. ശബ്ദ സന്ദേശം, അതായത് അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം AI ക്രിയേറ്റഡ് ആണ് എന്ന് പറയുന്ന ലോകവിഡ്ഢിത്തം പറഞ്ഞ ഒരു UDF കൺവീനർ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ പറയുന്ന അടൂർ പ്രകാശ് ആയിരിക്കും. നാണമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പൊ AI-യുടെ കാലമല്ലേ, ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിക്കൂടെ? ഇനിയും ഗർഭവും AI വഴി ഉണ്ടാക്കി എന്ന് പറയുമോ? രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചത്. ഇപ്പൊ തന്നെ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണ്? 2 യുവതികളെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്തി എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരാളെ നടത്തിയത് ബാംഗ്ലൂരിലാണ്. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. അതായത് ഇങ്ങനെ 2 ഗർഭഛിദ്രം നടത്തിയ ഒരു വ്യക്തി, ഒരു ഗർഭഛിദ്രം നടത്തിയ ഒരു പെൺകുട്ടി മറ്റേ പെൺകുട്ടിക്ക് സഹായിയായിട്ടും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ ഈ കേരളത്തിൽ? ഇത് ഇങ്ങനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ പിന്തുണച്ചുകൊണ്ട് ഈ അടൂർ പ്രകാശ് നടത്തിയ ഒരു വാചകമാണ്. എന്താണ്? AI ആയിരിക്കും, AI ഗർഭഛിദ്രവും ഗർഭവും ഒക്കെ AI വഴി ഉണ്ടായതായിരിക്കും എന്ന് തന്നെയാണെങ്കിൽ തന്നെയും പക്ഷെ VD സതീശൻ ശരിക്കും പറഞ്ഞ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു വലിയ വിഷയം ഇങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലും ഏറ്റവും കൂടുതൽ രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നിൽ നിന്ന ഒരു പരിച തന്നെയായിരുന്നു നമ്മുടെ ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശക്തമായ രീതിയിൽ സംരക്ഷിച്ച് പിടിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഷാഫി പറമ്പിൽ ഇവിടെ നിന്ന് ബീഹാറിലേക്ക് വോട്ടർ അധികാർ യാത്രയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോഴാണ് പല ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ അദ്ദേഹം ധാർമ്മികമായ തീരുമാനമാണ് എടുത്തത്. ധാർമ്മിക ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിറവേറ്റി രാജിയിലൂടെ. ഞാൻ അന്നും സൂചിപ്പിച്ചിരുന്നു, കൺകണ്ട ധാർമ്മികത മുഴുവൻ നടത്തിയതിനു ശേഷം ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എന്താണ് ധാർമ്മികത എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അങ്ങനെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നടത്തി, രഹസ്യ യോഗങ്ങൾ നടത്തി. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ക്ലബിന്റെ പരിപാടിക്കോ ആരുടെയെങ്കിലും കല്യാണത്തിനോ പാലുകാച്ചിനോ ഒന്നും വേണ്ട, മരണത്തിനെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് അവിടെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനുവേണ്ട കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. അതേസമയം VD സതീശനാകട്ടെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. താൻ ഇനിയും പാർട്ടിക്കുള്ളിൽ ഇല്ലെങ്കിലും വേണ്ടില്ല, താൻ ഇനിയും പാർട്ടിക്കുള്ളിൽ ഇനിയും നിലനിൽപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിക്കളഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു ചിന്താഗതി VD സതീശന്റെ മനസ്സിലുണ്ടായി. അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല. അതിന് കാരണം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാർക്ക് പലർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചത് അങ്ങേയറ്റത്തെ തോന്യാസമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അന്നും ഇന്നും എപ്പോഴും രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞു, തെറ്റാണ് കാണിച്ചത്, നിയമസഭാംഗത്വം രാജിവെച്ച് മാതൃകയാകണം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പോൾ കൂടുതൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമാണ്. രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു വിവാദത്തെ, ഉയർത്തിക്കൊണ്ടുവന്ന ആംബുലൻസ് വിവാദത്തെ, 108 ആംബുലൻസ് വിവാദത്തെ വെറുതെ വന്ന് പറഞ്ഞിട്ട് പോകാൻ മാത്രമേ VD സതീശന് കഴിഞ്ഞിട്ടുള്ളൂ. അത് VD സതീശന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പൊക്കിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് VD സതീശന് മനസ്സിലായി. ഇനിയെങ്കിലും താൻ ഇത്തരത്തിൽ പിടിച്ചു നിന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിലായി പോകുമെന്നുള്ള ഉറച്ച വിശ്വാസം VD സതീശന് ഇപ്പോഴും എപ്പോഴും ഉണ്ട്.
അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ നേരെ കയറി ഇപ്പോൾ തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലയിൽ, അതായത് ഇത് അദ്ദേഹത്തെ ചെയ്തത് തെറ്റാണെന്നും ആ രാജി സന്നദ്ധത അല്ലെങ്കിൽ രാജി വെപ്പിച്ചത് കൃത്യമാണെന്നും സസ്പെൻഡ് ചെയ്ത നടപടി കൃത്യമാണെന്നും ഒക്കെയുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് വി ഡി സതീശൻ. അങ്ങനെ വന്നപ്പോൾ എല്ലാ കാലത്തും തന്നെ ചേർത്ത് പിടിക്കുമെന്നും സംരക്ഷിക്കുമെന്നും വിശ്വസിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു. അതായത് യൂത്തന്മാർക്കൊപ്പം എപ്പോഴും വി ഡി സതീശൻ ഉണ്ടാകുമെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റി. അങ്ങനെ ഷാഫി പറമ്പിൽ വി ഡി സതീശനെ ഒറ്റപ്പെടുത്തി തുടങ്ങി. കാരണം തൻ്റെ ഉറ്റ ബന്ധുവിനെ, ഒത്ത മിത്രത്തെ സംരക്ഷിക്കാത്ത വി ഡി സതീശനെ തനിക്ക് വേണ്ട എന്ന് ഷാഫി പറമ്പിൽ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഷാഫി പറമ്പിൽ എന്നിട്ട് എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ താൻ സ്വന്തം കൈപ്പിടിയിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കിക്കളഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാനും എം ഹസനും കൂടി ചേർന്നു. അതായത് ഈ എം ഹസനും ബെന്നി ബെഹനാനും ഒക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുന്ന ഒരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനൊപ്പം അവർ രണ്ടുപേരും കൂടി ചേർന്നു. അങ്ങനെ എ ഗ്രൂപ്പ് അതിശക്തമായ നിലയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ചെന്നിത്തല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ചെന്നിത്തലയ്ക്ക് ഒപ്പം നമുക്കറിയാവുന്ന അടൂർ പ്രകാശും കെ സുധാകരനും അടക്കമുള്ള അൻവർ സാദത്ത് അടക്കമുള്ള നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നു. അടൂർ പ്രകാശ് പതുക്കെ നിലപാടിലേക്ക് മാറ്റം കൊണ്ടുവരുന്നു. കാരണം അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം അത് ആയിരിക്കാം എന്ന് പറഞ്ഞെങ്കിലും അബദ്ധം പിണഞ്ഞതായി മനസ്സിലായി. പതുക്കെ ചെന്നിത്തല പറഞ്ഞതാണ് ശരി എന്നുള്ള നിലയിലേക്ക് അടൂർ പ്രകാശും പതുക്കെ രമേശ് ചെന്നിത്തലയുടെ കോട്ടയിലേക്ക് പതുക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതേസമയം അപ്പോഴും വി ഡി സതീശൻ ഇതുവരെ ഇവരെ ആരെയും അടുപ്പിക്കാതെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ വി ഡി സതീശനൊപ്പം നേതാക്കന്മാരാരും അങ്ങോട്ട് അടുക്കാത്ത ആകപ്പാടുള്ള ആ സണ്ണി ജോസഫ് മാത്രമേ എപ്പോഴൊക്കെയോ വന്ന് തല കാണിച്ചിട്ട് പോകുന്നതിനപ്പുറത്തേക്ക്. കാര്യം അദ്ദേഹത്തിന് വലിയ റോളൊന്നുമില്ല. KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ റോളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഏറെക്കുറെ ഞാൻ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുമാതിരി അയലെടുത്തിട്ട് കോണാൻ പോലെ കിടക്കുന്ന ഒരാളാണ് ശരിക്കും സണ്ണി ജോസഫ്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് പതുക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് വീണ്ടും വേറൊരു താരോദയം വരുന്നു. അതായത് ബെടക്കാക്കി തനിക്കാക്ക് എന്ന് പറയുന്നതിൽ ബഹുമിടുക്കനായ KC വേണുഗോപാൽ. കാര്യം നമുക്കറിയാം, ഒരു അനുനയ മുഖ്യമന്ത്രി എന്നുള്ള നീക്കമാണല്ലോ, ഒരു നിലപാടാണല്ലോ ശരിക്കും KC വേണുഗോപാലിനുള്ളത്. ഒരു എന്താ പറയുക, ഇവർ തമ്മിൽ അടിയിടുന്ന സമയത്ത് ഈ അടിയിടുന്നതിൻ്റെ ഗുണഭോക്താവ് എന്നുള്ള നിലയിലാണ് ശരിക്കും KC വേണുഗോപാലിൻ്റെ ഒരു സ്ഥാനം. അതായത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിൽ തല്ലുമ്പോൾ അവിടേക്ക് ഒരു അനുനയ നീക്കവുമായി എത്തുന്നു. അപ്പോൾ ഉടനെ ഒരു എന്താ പറയുന്ന ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുന്നു. ആ ഒത്തുതീർപ്പിൽ അതിൻ്റെ ഗുണഭോക്താവായി മാറുന്ന ഒരാളായി KC വേണുഗോപാൽ വരുന്നു. അപ്പോൾ ആ KC വേണുഗോപാലിനും രാഹുൽ മാങ്കൂട്ടം ചെയ്ത് ശരിയാണ് തെറ്റാണ് എന്ന് പറയുന്ന രണ്ട് അഭിപ്രായം. അതിലേക്ക് അടൂർ പ്രകാശ് അടക്കമുള്ള ചില നേതാക്കന്മാർ, TC സിദ്ദിഖ്, ചാണ്ടി ഉമ്മൻ, സിദ്ദിഖും ചാണ്ടി ഉമ്മനും എല്ലാം ഒരേ ഗ്രൂപ്പാണ്. ചാണ്ടി ഉമ്മൻ, അങ്ങനെ AP അനിൽകുമാർ, തിരുവഞ്ചൂര് തുടങ്ങിയ കുറച്ചുകൂടെ മുതിർന്ന നേതാക്കൾ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള നേതാക്കന്മാരെല്ലാം KC വേണുഗോപാലിനൊപ്പം ഇങ്ങനെ ചാരി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വീണ്ടും ഈ ഗ്രൂപ്പ് പോലും മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ KC വേണുഗോപാലിന് ഒപ്പം വേറൊരു ഗ്രൂപ്പ്. അപ്പം നമ്മൾ നോക്കിയ K മുരളീധരൻ അപ്പോൾ എവിടെ നിൽക്കുന്നു? ഈ പറഞ്ഞ ഗ്രൂപ്പുകളിലൊന്നും K മുരളീധരന്റെ സാന്നിധ്യമില്ല. K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം K മുരളീധരൻ ഈ മൂന്ന് ഗ്രൂപ്പുകാരുമായി അടുത്തടുത്ത് ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ അവിടെ നിന്നോളാം എന്ന് പറയുന്ന ഒരു തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം K മുരളീധരന്റെ പ്രസ്താവന നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ പൂവൻ കോഴി കൂകുന്ന പോലെ ശബ്ദമുണ്ടാക്കിയെന്നിരിക്കും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഭരണപക്ഷത്ത് നിന്നും അങ്ങനെ ഒരു നീക്കം നടക്കും. അതേസമയം അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയൊന്നുമില്ല. പക്ഷേ അയാള് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയ്ക്കൊരു കോഴിയാണ് എന്ന തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന K മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിനു മുൻപ് K മുരളീധരൻ അത്ര നീറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇതിനു മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, അതായത് പിന്നെ ഇദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനമൊക്കെ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അതായത് ഈ K മുരളീധരൻ KPCC അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് KPCC ഓഫീസിൽ ഒരു കൊച്ചുമുറി ഉണ്ടത്രേ. അപ്പോൾ ആ കൊച്ചുമുറി ആദ്യം ഈ രഹസ്യ ചർച്ചയ്ക്ക് വേണ്ടിയോ സംസാരത്തിന് വേണ്ടിയിട്ടോ ഒന്നും ആരും ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആ മുറി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് K മുരളീധരനാണത്രേ. അപ്പം വനിതാ പ്രവർത്തകരൊക്കെ വരും. അപ്പോൾ അവരുമായി രഹസ്യ സംഭാഷണങ്ങളും രഹസ്യ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഈ കൊച്ചുമുറിക്കുള്ളിലായിരുന്നു. ഒരു ദിവസം ഇതുപോലെ K മുരളീധരൻ ഇങ്ങനെ രഹസ്യ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ വെള്ളമില്ലായിരുന്നു എന്നുള്ള ലെവലിൽ. അപ്പോൾ അവിടുത്തെ ഒരാളെ വിളിച്ചിട്ട് K മുരളീധരൻ ഭയങ്കരമായി ക്ഷോഭിച്ചു. എന്താണ് അതിനകത്ത് വെള്ളമില്ലാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ്, ഇങ്ങനെ K മുരളീധരൻ കൊച്ചുമുറിക്കുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരു ബക്കറ്റിനകത്തെങ്കിലും കുറച്ച് വെള്ളം കൊണ്ട് വെച്ചു കൊടുക്കണം
എന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ആ കൊച്ചുമുറിക്കുള്ളിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ വർഷങ്ങൾക്ക് മുമ്പ് പറയാതെ പറഞ്ഞ ഒരു സംഭവം കൂടിയാണ്. എന്ന് വെച്ചാൽ അവിടെയും KPCC ആസ്ഥാനത്ത് പോലും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിക്കൊണ്ടാണ് അന്ന് സംസാരിച്ചത്. എതിരാളിയെ നിഷ്പ്രഭനാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണോ എന്നും അറിയില്ല. കാര്യം മുരളീധരനെ കുറിച്ച് ഇതിനു മുൻപ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ ഒരു വലിയൊരു പ്രസ്താവനയും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇപ്പൊ നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞ 2016 ശേഷം ഉയർന്നു വന്ന ഒരു വലിയ വിവാദമുണ്ടായിരുന്നു സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അന്ന് കോൺഗ്രസിലുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും പേരുകൾ ഒരു കത്തിനുള്ളിൽ ഇങ്ങനെ ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. ഒന്നിന് പിറകെ ഒന്നായി കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം ആ കത്തിനുള്ളിലെ പേരുകാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലും പക്ഷെ മുരളീധരൻ നീറ്റായിരുന്നു. മുരളീധരന്റെ പേരൊന്നും അന്ന് ഉയർന്നു കേൾക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനു മുൻപ് തന്നെ അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ എന്താണ്, ഒരു പെണ്ണായിരുന്നെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മുരളീധരൻ മാറിയേനെ എന്നായിരുന്നു അന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നത്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മുരളീധരനെ കടന്നാക്രമിക്കാൻ തുടങ്ങിയതിന് കാലങ്ങൾ പഴക്കമുണ്ട്. ഇപ്പോഴാണ് അവരൊക്കെ വലിയ മച്ചാനും മച്ചമ്പിയും ഒക്കെ ആയി മാറുന്നത്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുറച്ചൊന്ന് ഒരു അകലം പാലിച്ച് നിൽക്കേണ്ട ഗതികേടിലാണ് ശരിക്കും മുരളീധരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചോ എന്ന് ചോദിച്ചാൽ പിന്തുണച്ചില്ല, പിന്തുണച്ചില്ലേ എന്ന് ചോദിച്ചാൽ പിന്തുണച്ചു എന്ന് പറയുന്ന രീതിയിൽ. അതായത് അദ്ദേഹം സഭയിൽ എത്തിയാൽ ഇങ്ങനെ ഭരണപക്ഷക്കാര് കോഴി കൂവുന്ന പോലെ ശബ്ദം ഉണ്ടാക്കും. അപ്പം പ്രതിപക്ഷത്തുള്ളവര് മറ്റൊരു ശബ്ദം ഉണ്ടാക്കും, അത് മുകേഷിനെതിരായി. പിന്നീട് മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്നവർ പൂച്ച കരയുന്ന പോലെ ശബ്ദം ഉണ്ടാക്കും, അത് AK ശശീന്ദ്രനെതിരായി. ഈ AK ശശീന്ദ്രനൊക്കെ NCP ആണെന്നും കൂടി ഓർക്കണം. അപ്പൊ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ അരങ്ങേറുമെന്നതിന് അപ്പുറത്തേക്ക് കയ്യേറ്റം തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് കൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സമദൂര സിദ്ധാന്തം പാലിച്ചുകൊണ്ട് പോരുന്നത്. അപ്പൊ ഈ 3 ഗ്രൂപ്പുകൾ ഇനിയിപ്പം വരാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ പാർട്ടി ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് പോകുന്ന സാഹചര്യം. അതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പലരും ന്യായീകരിക്കുന്നുണ്ട്, മുകേഷ് അങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അത് CPM ഒരു ആയുധമാക്കി തീർത്തു. അക്ഷരാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, CPM ഇങ്ങനെ ഒരു ആയുധത്തിന് വേണ്ടി കാത്തിരുന്നിട്ടേയില്ല. ഇങ്ങനെ ഒരു ആയുധം ഉണ്ടാക്കിയെടുത്തതും ഈ ആയുധം വേണ്ട രീതിയിൽ പണ്ട് മുതൽ തന്നെ പ്രയോഗിച്ച് ശീലമുള്ളവരും അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ്. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിന് ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവന്നത്, തിരുവഞ്ചൂരിനെതിരെ അങ്ങനെ ഒരു ആരോപണം വളച്ചൊടിച്ചു കൊണ്ടുവന്നത്. ഇവരെല്ലാം പിന്നീട് ഇതെല്ലാം CPM ഏറ്റെടുക്കുകയാണ്. ഇപ്പൊ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പലതരത്തിലുള്ള നിരവധി പെൺകുട്ടികളുടെ പരാതികൾ ഇപ്പം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും. പിന്നെ UDF സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങ് എത്തിക്കുക, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് വരെ ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാറ്റി വേറെ എന്തെങ്കിലും ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.